സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകൾ തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ അപ്ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് സെറ്റ് കിട്ടിയ വിവരങ്ങളും അതുപോലെ തന്നെ പ്രൊമോ വരാനുള്ള സാധ്യതകളെ കുറിച്ചും ഒക്കെ. അപ്പോൾ ഇപ്പൊ നമുക്ക് കേൾക്കുന്നത് സീസൺ 7 ഗ്രാൻഡ് ലോഞ്ചുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ്. ഓൾമോസ്റ്റ് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളൊക്കെ വഴി അറിഞ്ഞിരിക്കാം, കുറച്ച് തിരക്കുകളായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. എന്താണേലും നമ്മൾ അപ്ഡേറ്റുകളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇത് മുന്നേ തന്നെ പറഞ്ഞിരുന്നതാണ് എന്നാണ് ഗ്രാൻഡ് ലോഞ്ചും കാര്യങ്ങളൊന്നും ഒക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നേ ഒക്കെ നടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ അപ്ഡേറ്റുകളൊക്കെ കാര്യമായിട്ട് തരുന്നുവെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും അറിയാം ഏകദേശം എന്നത്തേക്കാണ് തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഇപ്പൊ കേൾക്കുന്നത് നമ്മുടെ സീസൺ 7 ഗ്രാൻഡ് ലോഞ്ച് ഓഗസ്റ്റിൽ, അതായത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഓഗസ്റ്റിലാണ് നടക്കാൻ പോകുന്നത് എന്നാണ്. ഓഗസ്റ്റ് 3-ാം തീയതി അല്ലെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 10-ാം തീയതി ഗ്രാൻഡ് ലോഞ്ച് നടത്തുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ട്. അപ്പൊ ഈ ഓഗസ്റ്റ് 3 ഓഗസ്റ്റ് 10 എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉറപ്പും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്കിപ്പോ ലഭിക്കുന്ന ഒരു വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം 3-ാം തീയതി ആണല്ലോ ആദ്യത്തെ വീക്കിലെ സൺഡേ വരുന്നത്, പിന്നെ അടുത്തത് 10-ാം തീയതി. അപ്പൊ അത് വെച്ചിട്ടാണ് പലരും ഈ ഒരു കാര്യം അങ്ങോട്ട് ഗസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളും ഈ ഒരു സമയത്തൊക്കെ നടത്താൻ പോസിബിലിറ്റി ഉണ്ടെന്നാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിൽ നടത്താൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്നത് ഓഗസ്റ്റ് 24-ാം തീയതി അവസാനത്തെ ആഴ്ചയിൽ. നോർമലി ബിഗ് ബോസ് ഒക്കെ ഒരു ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച, അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ ആഴ്ച, ഇങ്ങനെയൊക്കെയാണ് നടന്നു വരുന്നത്. അപ്പം കുറച്ചൊക്കെ ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് ഗസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കും ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്. കറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റും കാര്യങ്ങളും ഒന്നും ഇപ്പോഴും കൺഫേം ആയിട്ട് വന്നിട്ടില്ല. അവരും ഡിസൈഡ് ചെയ്തിട്ടില്ല, ഒരു പ്ലാനിങ്ങിൽ നിൽക്കുന്നു. അതായത് നമ്മൾ മുന്നേ കേട്ടിരുന്നത് പോലെ തന്നെ ഓഗസ്റ്റിൽ നടത്താൻ പ്ലാൻ ചെയ്യുന്നു. ഓഗസ്റ്റ് ഇപ്പൊ ഏകദേശമൊക്കെ കൺഫേം ആയിട്ട് വരുന്നു. അപ്പോൾ ഡേറ്റും കാര്യങ്ങളും ഈ ഒരു ഡേറ്റിലേക്കൊക്കെ പ്ലാൻ ചെയ്യുന്നു, അത്രമാത്രം. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റിന്റെ കാര്യങ്ങളിലൊക്കെ തീരുമാനമായി, ലൈവ് സ്ട്രീമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായി, ലാലേട്ടന്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ്, അതായത് ഹോസ്റ്റിന്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് തീരുമാനമായി. ഓഡീഷൻസ് ഒക്കെ ഒരു സൈഡിൽ നടന്നു പോകുന്നു. അത്യാവശ്യം നല്ല രീതിയിലുള്ള സമയങ്ങളും കാര്യങ്ങളും ഉണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ മെർജിങ് കൂടെ കഴിഞ്ഞതുകൊണ്ട് ജിയോ ടീം ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് ഫിനാൻഷ്യൽ രീതിയിലുള്ള ക്രൈസിസുകളും കാര്യങ്ങളും ഒന്നും ഇതിന് പിന്നിൽ അല്ലെങ്കിൽ അണിയറയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അതുകൊണ്ട് ഏകദേശം ഈ പറഞ്ഞ ഓഗസ്റ്റിൽ തന്നെ തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം ചെന്നൈയിലായതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മിഡോട് കൂടി നമ്മുടെ തമിഴ് സീസൺ തുടങ്ങും, സീസൺ 9 തുടങ്ങും. അപ്പൊ എല്ലാം കൂടെ ഒന്ന് ക്ലാഷ് ആകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ രണ്ടിനും, അല്ലെന്നുണ്ടെങ്കിൽ തമിഴ് ബിഗ് ബോസിന്റെ ഒരു ക്രിയേറ്റീവ് ടീം തന്നെയായിരിക്കും ബിഗ് ബോസ് മലയാളത്തിന്റെ ക്രിയേറ്റീവ് ടീമായിട്ട് വരുന്നത്. ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയായിരിക്കും മലയാളത്തിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പൊ ഏകദേശം ഒന്നിച്ച് വരുന്നത് കൊണ്ട് രണ്ട് ക്രിയേറ്റീവ് ടീമും കാര്യങ്ങളും ഒക്കെ കാണും, രണ്ട് ടീമുകൾ കാണും. അപ്പൊ മൊത്തത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാലും ചെന്നൈയിലായതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ടീം ഒരു ക്ലാഷ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് തുടങ്ങാൻ ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഓഗസ്റ്റ് ആദ്യ ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച മലയാളം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയേക്കാം. ഇപ്പൊ ഓഗസ്റ്റ് തുടങ്ങി കഴിഞ്ഞാൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം. നല്ല മഴയും ഇടിയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാണുമെന്ന് എന്നതിനെ കുറിച്ചൊന്നും ഒരു അറിവുമില്ല. കാരണം നല്ല ഇടിയാണെന്നുണ്ടെങ്കിൽ ലൈവ് ഒക്കെ പോകുന്നവരും അല്ലെങ്കിൽ ലൈവ് കാണുന്നവരെ സംബന്ധിച്ചൊക്കെ നല്ല ബുദ്ധിമുട്ടാവും. ഇപ്പൊ തന്നെ ഈ ഒരു സംഭവം അറിഞ്ഞ് ഞാൻ വൈകുന്നേരം വരുമ്പോൾ എനിക്കൊരു ഗ്യാരണ്ടി ഇല്ലായിരുന്നു ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ എടുത്തിടാൻ സാധിക്കുമെന്ന്. കാരണം നമ്മൾ രാവിലെ വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ പോലും, നമുക്ക് മുന്നേ വിവരങ്ങളൊക്കെ കിട്ടിയിരുന്നുവെങ്കിൽ പോലും ഒരു കൺഫേം ചെയ്തിട്ട് ഇടാമെന്ന് കരുതി രാവിലത്തേക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അപ്പം നമുക്കും തിരക്കുകളായിരുന്നു. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുത്തിടാമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. വന്നപ്പം പ്രത്യേകിച്ച് ഇടിയും കാര്യങ്ങളും ഒന്നും നിലവിൽ വരുന്നതേ ഉള്ളൂ, മഴയും കാര്യങ്ങളും. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. അപ്പൊ ഇന്ന് തന്നെ വീഡിയോ ഇട്ടേക്കാമെന്ന് കരുതിയിട്ടല്ലെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വീഡിയോ എത്തുകയുള്ളായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം. എന്താണെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സീസൺ 7 കാണാൻ സാധിക്കും. അപ്പം കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതിനനുസരിച്ച് അറിയിക്കാം. എന്താണെന്നുണ്ടെങ്കിലും അധികം അപ്ഡേറ്റുകളൊന്നും ഉടനെയൊന്നും ഇനി കൂടുതലൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. കാരണം ഇനി അധികം ഇഷ്ടം പോലെ സമയം വരുന്നുണ്ട് സീസൺ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം പ്രഡിക്ഷൻ ലിസ്റ്റുകളും അല്ലെന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിനെയൊക്കെ വിളിക്കുന്ന ആരെങ്കിലും ഒക്കെ വരിക, അവരുടെ ലിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആരുടെയെങ്കിലും പേരുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്, ലിസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിച്ചേക്കുക. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.